ഹെൽത്ത് ഈസ് ദ വെൽത്ത്. നമ്മൾക്ക് ഹെൽത്ത് ഉണ്ടെങ്കിലേ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതോടൊപ്പം തന്നെ പലപ്പോഴും നമ്മുടെ ഹെൽത്ത് മോശമായിട്ടുള്ള ഒരു സ്ഥിതിയിലാണെങ്കിൽ നമ്മൾ സമ്പാദിച്ച വെൽത്ത് പലപ്പോഴും ഹെൽത്ത് ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അതോടൊപ്പം തന്നെ പല സമയങ്ങളിലും ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നും ബന്ധുക്കളുടെ കയ്യിൽ നിന്നും മറ്റും പണം കടം വാങ്ങി ഹോസ്പിറ്റലൈസേഷനും മറ്റും നമ്മൾ പണം കണ്ടെത്തേണ്ടതായിട്ട് വരും. ഇവിടെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളുടെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല ആളുകളും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ എടുക്കാത്തതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാരണം അവർ വിചാരിക്കുന്നു ഞാനിപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ആളാണ്, എനിക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, അതിനാൽ എന്തുകൊണ്ട് ഞാൻ ഓരോ വർഷവും ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം ഞാൻ കൊടുക്കണം, ഞാൻ കൊടുക്കുന്ന പ്രീമിയം എനിക്ക് തിരിച്ച് കിട്ടുന്നില്ല, അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. തീർച്ചയായിട്ടും നിങ്ങൾ തെറ്റായിട്ടുള്ള രീതിയിലാണ് ഇത് ധരിച്ചു വച്ചിരിക്കുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന്, ഹെൽത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും അറിയില്ല നിങ്ങൾക്ക് നാളെ ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരുമോ, മറ്റേതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളുണ്ടോ. ഈ കാര്യങ്ങളൊന്നും നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ സാധിക്കില്ല. അപ്പം അങ്ങനെയുള്ള ഒരു അൺസർട്ടനിറ്റി ഉള്ള ഒരു സമയത്ത് തീർച്ചയായിട്ടും ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഈ വീഡിയോയിൽ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള 3 ഇൻഷുറൻസ് കമ്പനികളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഞാനെടുത്ത് കമ്പയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ പോളിസിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കേട്ടാലും നിങ്ങൾക്ക് മനസ്സിലാകും എത്രയൊക്കെ ബെനിഫിറ്റുകളാണ് ഇൻഷുറൻസ് കമ്പനികൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന വ്യക്തികൾക്ക് നൽകുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ വീഡിയോ മിസ് ചെയ്യാതെ അവസാനം വരെയും കാണുക. ഇത് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനും അതോടൊപ്പം തന്നെ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രമുഖ ഇൻഷുറൻസ് കമ്പനികൾ എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്താൽ നൽകുന്നത് എന്നുള്ള കാര്യങ്ങളും ഒരിക്കൽ കൂടി നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത്. സാധാരണ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ 6% താഴെയാണെങ്കിൽ മെഡിക്കൽ ഇൻഫ്ലേഷൻ ഏകദേശം 16 മുതൽ 18% വരെയാണ്. ഓരോ വർഷവും നമ്മൾ ഹോസ്പിറ്റലൈസേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടോ ചിലവാക്കുന്ന പണത്തിൻ്റെ അളവ് കൂടിക്കൂടി വരികയാണ്. ഇങ്ങനെ മെഡിക്കൽ ഇൻഫ്ലേഷൻ കൂടുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമായിട്ട് വന്നാൽ പല സമയങ്ങളിലും ലക്ഷക്കണക്കിന് രൂപ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇന്ന് വരെയും നിങ്ങൾ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന നിങ്ങളുടെ സ്വത്തും അതോടൊപ്പം തന്നെ പല അവസരങ്ങളിലും നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പണം കടം വാങ്ങേണ്ടതായിട്ടും വരും. ഈ വീഡിയോ കാണുന്ന പല ആളുകളും പല സമയങ്ങളിലും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 4-5 വർഷങ്ങൾക്ക് മുന്നേ നിങ്ങളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ 50 രൂപയ്ക്ക് ഫീസ് കൊടുത്താൽ മതിയായിരുന്നു. ഇന്ന് ആ സാഹചര്യത്തിൽ ഈവൻ ഒരു ജൂനിയർ ഡോക്ടറിനെ പോലും കൺസൾട്ട് ചെയ്യണമെങ്കിലും പല സമയങ്ങളിലും 300 മുതൽ 800 രൂപ വരെയും നമ്മൾ കൺസൾട്ടേഷൻ ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഇത് ജസ്റ്റ് മെഡിക്കൽ ഇൻഫ്ലേഷൻ ഒരു എക്സാമ്പിളാണ്. അതേപോലെ തന്നെ റെഗുലറായിട്ട് മെഡിസിൻ ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്കറിയാം അവർ വാങ്ങുന്ന മരുന്നുകളുടെ വില ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമായിട്ട് വരുന്ന വ്യക്തികൾ ഈവൻ ഒരു ദിവസത്തെയോ 2 ദിവസത്തെയോ അല്ലെങ്കിൽ ഒരാഴ്ചത്തെയോ ഹോസ്പിറ്റലൈസേഷന് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ചിലവാക്കേണ്ടതായിട്ട് വരും. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിലും നിങ്ങൾക്ക് ക്യാഷ്ലെസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ലഭിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. എനിക്കിപ്പോൾ 25 വയസ്സേ ഉള്ളൂ, ഞാൻ ഈ വയസ്സിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പലരും ധരിക്കുന്നുണ്ടാവാം. പക്ഷേ നിങ്ങളുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ കൂടുതൽ പ്രീമിയം കൊടുക്കേണ്ടതായിട്ട് വരാം. നിങ്ങളുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അസുഖങ്ങൾ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഈവൻ 15 വയസ്സോ 16 വയസ്സോ പ്രായമായിട്ടുള്ള കുട്ടികൾക്ക് വരെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച കേസുകൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവാം. ഏത് തരത്തിലുള്ള അസുഖങ്ങൾ വരാനായിട്ട് പ്രത്യേക ഏജ് ലിമിറ്റുകളൊന്നുമില്ല. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളോ അല്ലെങ്കിൽ ടേം ഇൻഷുറൻസ് പോളിസികളോ എടുത്താൽ നമുക്ക് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു മനസ്സമാധാനം ലഭിക്കും എന്നുള്ളതാണ്. നാളെ ഏതെങ്കിലും രീതിയിൽ ഒരു ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമായിട്ട് വന്നാൽ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ ഇന്ന് വരെയും നമ്മൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന സ്വത്ത് യൂസ് ചെയ്യാതെ തന്നെ
നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ് ഉപയോഗിച്ച് നിങ്ങളുടെ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ലൈഫിൽ ഒരു അഷുറൻസ് നൽകുന്നു, അല്ലെങ്കിൽ ഒരു മനസ്സമാധാനം നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇൻഫ്ലേഷൻ കൂടുന്നതിനനുസരിച്ച് ഇൻഷുറൻസ് കമ്പനികൾ പ്രീമിയത്തിൻ്റെ തുകയിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഏജ് മുന്നോട്ട് പോകുന്നതനുസരിച്ച് നിങ്ങളുടെ ഏജിനെ ബേസ് ചെയ്തും ഇൻഷുറൻസ് പ്രീമിയത്തിൽ ഇൻക്രീസ് വരാം. തരത്തിലുള്ള ഇൻഷുറൻസ് പോളിസികൾ അവൈലബിൾ ആണ്. ഫാമിലിയിൽ 3-4 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി ഒരു പ്ലോട്ടർ പോളിസി നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ 10 ലക്ഷം രൂപയുടെ ഒരു പ്ലോട്ടർ പോളിസി എടുത്തു കഴിഞ്ഞാൽ അത് എല്ലാ മെമ്പേഴ്സിനും അത് കവറാകും. ആ 10 ലക്ഷം രൂപയുടെ ഓവറോൾ ലിമിറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓരോ മെമ്പേഴ്സിനും ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് പറ്റും. എന്നാൽ നിങ്ങൾ എടുക്കുന്നത് 10 ലക്ഷം രൂപയുടെ പോളിസി ആണെങ്കിൽ തന്നെയും റിസ്റ്റോറേഷൻ ബെനിഫിറ്റ് എന്നൊക്കെ പറഞ്ഞ് പല ഇൻഷുറൻസ് കമ്പനികളും അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റുകൾ നൽകുന്നുണ്ട്. 10 ലക്ഷം രൂപയുടെ ലിമിറ്റ് ഇവിടെ അത് ആപ്ലിക്കബിൾ ആയി വരുന്നില്ല. നിങ്ങൾക്ക് ഓരോ ഹോസ്പിറ്റലൈസേഷനും 10 ലക്ഷം രൂപ വരെയുള്ള എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻഷുറൻസ് പോളിസികളുണ്ട്. അതോടൊപ്പം തന്നെ പല ഇൻഷുറൻസ് കമ്പനികളും നിങ്ങളുടെ ഇൻഷുറൻസ് പ്രീമിയത്തിൽ ഹൈക്ക് വരുത്താറില്ല. പല വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അത് യൂസ് ചെയ്യാത്ത അവസരങ്ങളുണ്ട്. 5-10 വർഷം ഇൻഷുറൻസ് പോളിസി ഹോൾഡ് ചെയ്ത് അതിൽ ഹോസ്പിറ്റലൈസേഷനോ എക്സ്പെൻസസോ ഒന്നും വന്നിട്ടില്ല എങ്കിൽ ചില ഇൻഷുറൻസ് കമ്പനികൾ നിങ്ങൾക്ക് ക്ലെയിം വരുന്നത് വരെയും നിങ്ങളുടെ ഇൻഷുറൻസ് പ്രീമിയത്തിൽ ഇൻക്രീസ് വരുത്താൻ പറ്റാത്ത തരത്തിലുള്ള പോളിസികൾ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ 10 ലക്ഷം രൂപയുടെ നിങ്ങളൊരു പോളിസി എടുത്താൽ 10 വർഷത്തേന് നിങ്ങൾക്ക് ക്ലെയിം ഒന്നും വന്നിട്ടില്ല എങ്കിൽ 10 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ഇൻഷുറൻസ് കവർ 1,10 ലക്ഷം രൂപ വരെയും ആകുന്ന ഇൻഷുറൻസ് പോളിസികളും ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പ്രവാസികളായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചില ഇൻഷുറൻസ് കമ്പനികൾ പ്രീമിയത്തിൽ 40% വരെയും ഡിസ്കൗണ്ട് നൽകുന്നുണ്ട്. ഇൻഷുറൻസ് പോളിസികൾ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം സത്യസന്ധമായിട്ടുള്ള രീതിയിലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ നൽകണം. നിങ്ങൾക്ക് ഇപ്പം നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ ഡയബറ്റിക്കോ പ്രഷറോ കൊളസ്ട്രോളോ അല്ലെ മറ്റേതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ നിങ്ങൾ മരുന്ന് കഴിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ പ്രീവിയസ്ലി നിങ്ങൾക്ക് ഏതെങ്കിലും മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇൻഷുറൻസ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തെറ്റായിട്ടുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻ കൊടുത്താൽ തീർച്ചയായിട്ടും അവർ മെഡിക്കൽ ക്ലെയിം അവർ റിജക്റ്റ് ചെയ്യും. നിങ്ങളൊരു ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ അതിൽ ഒരുപാട് ക്വസ്റ്റ്യനുകൾ ഇൻഷുറൻസ് കമ്പനികൾ ചോദിക്കുന്നുണ്ടാവാം. ആ ആപ്ലിക്കേഷനിൽ എല്ലാം സത്യസന്ധമായിട്ടുള്ള രീതിയിൽ ഉള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല എങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്ലെയിം വന്നാൽ തീർച്ചയായിട്ടും ആ ക്ലെയിം റിജക്റ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പലപ്പോഴും പലരും ചോദിക്കുന്നതാണ്, എനിക്ക് എത്ര രൂപയുടെ ഇൻഷുറൻസ് കവർ വേണമെന്ന്. തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപയുടെയെങ്കിലും ഇൻഷുറൻസ് കവർ ആവശ്യമുണ്ട്. 5 ലക്ഷം രൂപയുടെ മെഡിക്കൽ കവറും 10 ലക്ഷം രൂപയുടെ മെഡിക്കൽ കവറും തമ്മിൽ അതിൽ കൊടുക്കുന്ന പ്രീമിയത്തിൽ അധികം വ്യത്യാസം വരുന്നില്ല. പ്രീമിയത്തിൽ പല അവസരങ്ങളിലും 3000 മുതൽ 4000 രൂപയുടെ വരെയാണ് വ്യത്യാസം വരുന്നത്. അപ്പം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മിനിമം ഒരു 10 ലക്ഷം രൂപയുടെയെങ്കിലും ഇൻഷുറൻസ് കവർ എടുക്കുന്നതാണ് നല്ലത്. ഇന്ന് ഇന്ത്യയിൽ 35ഓളം ഇൻഷുറൻസ് കമ്പനികൾ ഇതേപോലെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ നൽകുന്നുണ്ട്. നമ്മൾ ഇൻഷുറൻസ് പോളിസികൾ തിരഞ്ഞെടുക്കുമ്പം അല്ലെങ്കിൽ ആ കമ്പനികൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. മറ്റുള്ള ഇൻഷുറൻസ് കമ്പനികളെ കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞ പ്രീമിയത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ നൽകിയ പല ഇൻഷുറൻസ് കമ്പനികളിലും പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട്. നിങ്ങൾ ന്യൂസ് പേപ്പറും TV ഒക്കെ കാണുന്ന വ്യക്തികളാണെങ്കിൽ ഇത് വ്യക്തമാവും. ഞാൻ ആ ഇൻഷുറൻസ് കമ്പനികളുടെ പേര് ഇവിടെ മെൻഷൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഇൻഷുറൻസ് പോളിസികൾ എടുക്കുമ്പോൾ ഇൻഷുറൻസ് പ്രീമിയത്തിൽ 2000 രൂപയുടെയോ 3000 രൂപയുടെയോ കുറവ് നോക്കി പോളിസികൾ എടുത്താൽ പല സമയങ്ങളിലും ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ പലപ്പോഴും നേരിടേണ്ടതായിട്ട് വരും. അതിനാൽ എപ്പോഴും നിങ്ങൾ ഇൻഷുറൻസ് കമ്പനികൾ സെലക്ട് ചെയ്യുമ്പോൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികൾ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഇൻഷുറൻസ് കമ്പനികളും അതോടൊപ്പം തന്നെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികളും തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ നിലവിൽ ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനികളുടെ പോളിസി ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയാണ്, നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു സർവീസ് അവിടുന്ന് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ പോളിസി മറ്റൊരു നല്ല ഇൻഷുറൻസ് കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഇന്ന് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പോളിസികളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നല്ല ഇൻഷുറൻസ് കമ്പനികളിലേക്ക് നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസി പോർട്ട് ചെയ്ത്
ബെറ്റർ ആയിട്ടുള്ള സർവീസും അതോടൊപ്പം തന്നെ കൂടുതൽ ആനുകൂല്യങ്ങളും നേടുവാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതൽ പ്രീമിയം കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സ്മോക്കിംഗ് ഉള്ള ഒരു വ്യക്തിയാണ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതെങ്കിൽ നിങ്ങൾ സ്മോക്ക് ചെയ്യുന്ന വ്യക്തിയാണെന്ന് ഡിസ്ക്ലോസ് ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് കൊണ്ട് മറ്റൊട്ടനവധി ബെനിഫിറ്റുകളുണ്ട്. നിങ്ങൾ ടാക്സബിൾ ഇൻകം ഉള്ള ആളുകളാണ്, ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ സെക്ഷൻ 80D അനുസരിച്ച് 25,000 രൂപ മുതൽ 70,000 രൂപ വരെയും നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നിങ്ങൾ പ്രീമിയം കൊടുക്കുന്ന എമൗണ്ട് കുറച്ച് കാണിക്കാം. അതോടൊപ്പം തന്നെ NRIസിനെ സംബന്ധിച്ചിടത്തോളം ഈ കൊടുക്കുന്ന 18% GST റീഫണ്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ പല ഇൻഷുറൻസ് കമ്പനികളും ഈ GST റീഫണ്ട് ചെയ്യുന്നില്ല എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അതുകൊണ്ട് NRIs ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ നിങ്ങൾ ആ പർട്ടിക്കുലർ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ചെക്ക് ചെയ്യുക. അവർ കൊടുക്കുന്ന GST അവർക്ക് തിരിച്ച് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ. പല ഇൻഷുറൻസ് കമ്പനികളും പറയുന്നത് GST തിരിച്ച് കിട്ടില്ല എന്നാണ്. എന്തായാലും നിങ്ങൾ അത് വ്യക്തമായിട്ടുള്ള രീതിയിൽ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പോളിസി എടുക്കുക. ഒരു കാര്യം കൂടി ഞാനിവിടെ ഓർപ്പിക്കട്ടെ. നമുക്ക് 2,000 രൂപ അല്ലെങ്കിൽ 3,000 രൂപയ്ക്കോ ഇതേപോലെയുള്ള ഇൻഷുറൻസ് പോളിസികൾ ലഭിക്കുകയില്ല. ഒരു 10 ലക്ഷം രൂപയുടെ കവറേജ് ലഭിക്കുന്ന ഒരു ഇൻഷുറൻസ് പോളിസി വേണം. ഫാമിലിയിൽ ഒരു 30-35 വയസ്സിന് താഴെയുള്ള 3-4 അംഗങ്ങൾ ഉണ്ടെങ്കിൽ പല സമയങ്ങളിലും ഒരു 15,000-20,000 രൂപയ്ക്ക് മേളിലുള്ള പ്രീമിയം നിങ്ങൾ ഒരു വർഷത്തേന് കൊടുക്കേണ്ടതായിട്ട് വരും. ചീപ്പായിട്ട് 2,000 രൂപയ്ക്കോ 3,000 രൂപയ്ക്കോ നമുക്ക് ഈ പോളിസി ലഭിക്കുകയില്ല. അതോടൊപ്പം ഫാമിലി ഫ്ലോട്ടർ പോളിസി നിങ്ങൾ എടുക്കുമ്പോൾ പല ഇൻഷുറൻസ് കമ്പനികളും 21 വയസ്സിന് മേലെയുള്ള നിങ്ങളുടെ കുട്ടികളെ ഫ്ലോട്ടർ പോളിസിയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് അനുവദിക്കാറില്ല. ചില ഇൻഷുറൻസ് കമ്പനികൾ 24 വയസ്സ് വരെയുള്ള കുട്ടികളെ ആ പോളിസിയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് അനുവദിക്കാറുണ്ട്. നിങ്ങൾ ഈ പോളിസി എടുക്കുന്നതിന് മുന്നേ ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ചെക്ക് ചെയ്യാം. ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ടേം ഇൻഷുറൻസ് പോളിസികളെ കുറിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു മറുപടി ലഭിക്കുന്നതാണ്. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതേപോലെ ചെറിയൊരു വീഡിയോയിൽ ഇതേപോലെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനായിട്ട് പരിമിതികളുണ്ട്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള 3 ഇൻഷുറൻസ് കമ്പനികളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഞാനിവിടെ കമ്പയർ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു പ്രസൻറ്റേഷൻ ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ. പ്രസൻറ്റേഷനിൽ ഞാൻ കമ്പയർ ചെയ്യുന്നത് ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള 3 ഇൻഷുറൻസ് കമ്പനികളുടെ ഇൻഷുറൻസ്, അതായത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളെ കുറിച്ചാണ്. ആദ്യമായിട്ട് ഇതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് നമുക്ക് നോക്കാം. ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ് 30 ദിവസമാണ് 3 ഇൻഷുറൻസ് പോളിസികളിലും. നിങ്ങൾക്ക് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഡിസീസസ് ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യുന്നതിന് മിനിമം 36. ഏതെങ്കിലും സ്പെസിഫൈഡ് ആയിട്ടുള്ള ഇൽനസ്, അതായത് സ്ലോ ഗ്രോയിങ് ഇൽനസ് ആണെങ്കിൽ അത് കവർ ചെയ്യുന്നത് നിങ്ങൾ പോളിസി എടുത്ത് 24 മാസത്തിന് ശേഷമാണ് അതേപോലെയുള്ള അസുഖങ്ങൾ കവർ ചെയ്യുകയുള്ളൂ. ഇൻപേഷ്യൻ്റ് കെയർ, അതായത് 24 മണിക്കൂറുള്ള ഹോസ്പിറ്റലൈസേഷൻ വേണമെങ്കിലും നിങ്ങളുടെ സം ഇൻഷുർഡ് ആയിട്ടുള്ള എമൗണ്ടിന് നിങ്ങൾക്ക് ഹോസ്പിറ്റലൈസേഷൻ കവർ കിട്ടും. രണ്ടാമത്തെ ഇൻഷുറൻസ് കമ്പനിയിൽ ഈവൻ 2 മണിക്കൂർ ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇൻഷുറൻസിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കും. മൂന്നാമത്തെ ഇൻഷുറൻസിൽ അത് 24 hours ആണ്. ആൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനിയിൽ കവർ ചെയ്യുന്നില്ല. ആയുർവേദം, യുനാനി ഇതേപോലെയുള്ള ട്രീറ്റ്മെൻറ്റിന് 24 മണിക്കൂർ വരെയുള്ള ഹോസ്പിറ്റലൈസേഷൻ ഇതിൻ്റെ അകത്ത് കവർ ചെയ്യുന്നുണ്ട്. മോഡേൺ ട്രീറ്റ്മെൻറ്റിന് നമ്മുടെ സം അഷ്വേർഡ് ആയിട്ടുള്ള എത്ര എമൗണ്ട് ആണോ അത്ര എമൗണ്ട് കവർ ചെയ്യുന്നു. ഡൊമിസിലറി ട്രീറ്റ്മെൻറ്റ്, അതായത് നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടാണ് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ സം ഇൻഷുർഡ് എത്രയാണോ ആ എമൗണ്ടിനുള്ള കവർ ലഭിക്കും. ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് എലിജിബിൾ ആണ്. അതേപോലെ ഓർഗാൻ ഡോണർ അത് എലിജിബിൾ ആണ്. റോഡ് ആംബുലൻസ് കവേർഡ് ആണ്. എയർ ആംബുലൻസും ഇതിനകത്തൊരു ലിമിറ്റ് പറയുന്നുണ്ട്. 2 ലക്ഷം രൂപ പെർ ക്ലെയിം എന്ന് പറയുന്നുണ്ട്. പ്രീ ഹോസ്പിറ്റലൈസേഷൻ, അതായത് ഹോസ്പിറ്റലൈസേഷൻ 60 ദിവസം മുന്നേ വരെയുള്ള ട്രീറ്റ്മെൻറ്റ് കവർ ചെയ്യും. അതേപോലെ തന്നെ നിങ്ങളുടെ ഹോസ്പിറ്റലൈസേഷന് ശേഷം പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ 180 ദിവസം വരെയുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള എക്സ്പെൻസസ് ഇതിൻ്റെ അകത്ത് കവർ ചെയ്യും. റൂം റെൻറ്റ് കവറേജ് ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലിമിറ്റ് പറയുന്നില്ല. ഏത് തരത്തിലുള്ള റൂം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ICU കവറേജ് കവേർഡ് അപ് ടു സം ഇൻഷുർഡ്. ആനുവൽ ഹെൽത്ത് ചെക്കപ്പിനുള്ള റീഇംബേഴ്സ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ ഇമ്മീഡിയറ്റ് PD കവറേജ്, അതായത് ആസ്മ, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഡയബറ്റിക് ഇതേപോലെയുള്ള കവർ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ലഭിക്കണമെങ്കിൽ അതിനൊരു റൈഡർ അവൈലബിൾ ആണ്. അപ്പോൾ അതിന് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പ്രീമിയം കൊടുത്താൽ
ഇതേപോലെയുള്ള അസുഖത്തിനുള്ള ഇൻഷുറൻസ് കവർ ലഭിക്കും. അല്ലെങ്കിൽ നോർമൽ കേസിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് കവർ ലഭിക്കണമെങ്കിൽ 3 വർഷം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനി ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുള്ള കുറേ ബെനിഫിറ്റുകളുണ്ട്. റിസ്റ്റോറേഷൻ ബെനിഫിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്, 10 ലക്ഷം രൂപയുടെ പോളിസിയാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. ആദ്യത്തെ വർഷം നിങ്ങൾക്ക് ഒരു 20 അല്ലെങ്കിൽ 30 ലക്ഷം രൂപയുടെ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് ഉണ്ടായി. അതെല്ലാം ഇതിനകത്ത് കവർ ചെയ്യും. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ ഒരു ഹോസ്പിറ്റലൈസേഷന് നിങ്ങൾക്ക് 12 ലക്ഷം രൂപ ചിലവായി എങ്കിൽ 10 ലക്ഷം രൂപ ഇൻഷുറൻസ് കമ്പനി തരും. നിങ്ങൾ ഈ ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഉടനെ തന്നെ അടുത്ത ഒരു 10 ലക്ഷം രൂപ ഇൻഷുറൻസ് കമ്പനി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് കവറായിട്ട് ലഭിക്കും. അതേപോലെ ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും ഈ 10 ലക്ഷം രൂപയുടെ ലിമിറ്റിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാം. ഇത് ഓരോ ഹോസ്പിറ്റലൈസേഷനും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് 10 ലക്ഷം രൂപ വരെയുള്ള കവർ ലഭിക്കും. പല ഇൻഷുറൻസ് കമ്പനികളും ഈ റിസ്റ്റോറേഷൻ ബെനിഫിറ്റ് നൽകുന്നുണ്ട്. നിങ്ങൾ ഇൻഷുറൻസ് പോളിസികൾ എടുക്കുമ്പോൾ എങ്ങനെയാണ് ഈ റിസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഓരോ ഇൻഷുറൻസ് കമ്പനികളും നൽകുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ ബോണസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ പോളിസി പീരീഡിൽ നിങ്ങൾക്ക് യാതൊരുവിധ മെഡിക്കൽ എക്സ്പെൻസസും വന്നിട്ടില്ല, ഹോസ്പിറ്റലൈസേഷനും വന്നിട്ടില്ല എങ്കിൽ പല ഇൻഷുറൻസ് കമ്പനികളും 100% വരെയും, അതായത് നിങ്ങളുടെ സം ഇൻഷുർഡ് 10 ലക്ഷം ആണെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ 20 ലക്ഷം രൂപയുടെ കവർ നിങ്ങൾക്ക് ലഭിക്കും. ചില ഇൻഷുറൻസ് കമ്പനികൾ 50% ഇതേപോലെയുള്ള ബോണസ് നൽകുന്നുണ്ട്. അപ്പോൾ ഞാനീ പറയുന്ന ഈ രണ്ടാമത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഇൻഷുറൻസ് കമ്പനിയിൽ 10 ലക്ഷം രൂപയുടെ കവറാണ് നിങ്ങൾ എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പീരീഡിൽ ഹോസ്പിറ്റലൈസേഷൻ ഒന്നും വന്നിട്ടില്ല എങ്കിൽ ഓരോ വർഷവും 10 ലക്ഷം രൂപയുടെ അഡീഷണൽ ബെനിഫിറ്റ് ആഡ് ചെയ്ത് 10 വർഷം കൊണ്ട് നിങ്ങളുടെ ഇൻഷുറൻസ് കവർ എന്ന് പറയുന്നത് 1,10 ലക്ഷം രൂപ വരെയും ആകാം. നിങ്ങൾ ഇൻഷുറൻസ് പോളിസികൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നോൺ പേയബിൾ ഐറ്റംസ്. സിറിഞ്ച്, അതേപോലെയുള്ള ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള അക്സസറീസ്, ഇതേപോലെയുള്ള കാര്യങ്ങളൊന്നും നോർമലായിട്ട് ഇൻഷുറൻസിൽ കവർ ചെയ്യുന്നില്ല. ഇതെല്ലാം നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു 10 to 15% കൂടുതൽ ഇതേപോലെയുള്ള കൺസ്യൂമബിൾ ഐറ്റംസിന് നമ്മൾ ചിലവാക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ നോർമലായിട്ടുള്ള ഒരു ഇൻഷുറൻസ് പോളിസി എടുത്താൽ ഇതേപോലെ വരുന്ന കൺസ്യൂമബിൾ ഐറ്റംസിന് നിങ്ങൾക്ക് റീഇംബേഴ്സ്മെൻറ്റ് ലഭിക്കുകയില്ല. ഇതേപോലെയുള്ള കൺസ്യൂമബിൾ ഐറ്റംസിന് നിങ്ങൾക്ക് റീഇംബേഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ബെനിഫിറ്റ് ലഭിക്കണമെങ്കിൽ നിങ്ങളതൊരു റൈഡറായിട്ട് തന്നെ ഓപ്റ്റ് ചെയ്യേണ്ടി വരും. ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ കൂട്ടത്തിൽ ഒരു വർഷം 2,000 രൂപയോ 3,000 രൂപയോ അഡീഷണൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള കവർ ലഭ്യമാണ്. അത് പല ഇൻഷുറൻസ് കമ്പനികളും ഒരു വർഷം 50,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ വരെ ട്രീറ്റ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് യൂസ് ചെയ്യുന്ന കൺസ്യൂമബിൾ ഐറ്റംസിന് ഇതേപോലെയുള്ള കവർ നൽകുന്നുണ്ട്. ഷെയർഡ് അക്കോമഡേഷൻ എന്ന് പറയുന്ന റൈഡർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഒരു ക്യാഷ് ബെനിഫിറ്റ് കിട്ടും. അതായത് 800 രൂപ വരെയും ഒരു ദിവസം നിങ്ങൾക്ക് ക്യാഷ് ബെനിഫിറ്റ് കിട്ടുന്ന ഓപ്ഷൻ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇത് കൂടാതെ തന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കോ പേയ്മെൻറ്റ് ഓപ്ഷനാണ്. കോ പേയ്മെൻറ്റ് ഓപ്ഷൻ നിങ്ങൾ സാധാരണയായിട്ട് ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ 10,000 രൂപ, 25,000 രൂപ, 50,000 രൂപ, അത് പല ഇൻഷുറൻസ് കമ്പനികളും പല എമൗണ്ടും പറയുന്നുണ്ടാവും. അപ്പോൾ 10,000 രൂപയാണ് കോ പേയ്മെൻറ്റ് ഓപ്ഷൻ നിങ്ങൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് പ്രീമിയത്തിൽ വലിയൊരു കുറവ് വരും. എന്നാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് വന്നാൽ ആദ്യത്തെ 10,000 രൂപ വരെ ഉള്ള എക്സ്പെൻസസ് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് നിങ്ങൾ കൊടുക്കണം. അതിന് ശേഷം ഉള്ള എമൗണ്ട് എല്ലാം ഇൻഷുറൻസ് കമ്പനികൾ നൽകും. അത് 10,000 ആകാം, 25,000 ആകാം, 50,000 ആകാം. അപ്പോൾ നിങ്ങൾ ഈ കോ പേയ്മെൻറ്റ് ഓപ്ഷനിൽ എമൗണ്ട് കൂടുന്നതനുസരിച്ച് നിങ്ങൾ കൊടുക്കുന്ന ഇൻഷുറൻസ് പ്രീമിയത്തിലും കുറവ് വരും. സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഫിറ്റ്നസ് ബെനിഫിറ്റ്, അതായത് നിങ്ങൾ ജിമ്മിലെല്ലാം പോയി അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിലുള്ള ഫിറ്റ്നസ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ പല സമയങ്ങളിലും 5 മുതൽ 10% വരെയുള്ള റിന്യൂവൽ പ്രീമിയത്തിൽ പല ഇൻഷുറൻസ് കമ്പനികളും ഡിസ്കൗണ്ട് തരാറുണ്ട്. ഇനി ഓപ്ഷണലായിട്ടുള്ള റൈഡേഴ്സ് എന്ന് പറയുന്നത് നോൺ പേയബിൾ ഐറ്റംസ്. ഞാൻ ആദ്യമേ പറഞ്ഞു, പ്രൊട്ടക്ട് ബെനിഫിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ അഡീഷണൽ ആയിട്ടുള്ള പ്രീമിയം കൊടുത്താൽ ഈ നോൺ പേയബിൾ ഐറ്റംസ് ഇതിൽ കവറാകും. ഇമ്മീഡിയറ്റ് PD കവറേജ്, ആസ്മ, BP, കൊളസ്ട്രോൾ, ഡയബറ്റിക്, ഇതേപോലെയുള്ള കാര്യങ്ങളുള്ള വ്യക്തികളാണെങ്കിൽ ഈ റൈഡർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഡേ 1 മുതൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കും. OPD കവറേജ് ലഭിക്കുന്നതിനും അഡീഷണൽ ആയിട്ടുള്ള റൈഡറാണ് വേണ്ടത്. ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ
ഇതേപോലെയുള്ള ഇൻഷുറൻസ് പോളിസികൾ ഒരുപാട് ബെനിഫിറ്റുകൾ അതിൻ്റെ പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കുന്നുണ്ട്. ബേസിക്കലി നമുക്ക് മോഡേൺ ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല ഇതിൽ കവർ ചെയ്തിരിക്കുന്നത്. ആയുഷ്, അതായത് ആയുർവേദ, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ഇതേപോലെയുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് എന്നുള്ള ഹോസ്പിറ്റലൈസേഷൻ എല്ലാം ഇതിൽ കവർ ചെയ്യും. പ്രവാസികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ ഈ പോളിസികൾ എടുക്കുമ്പോൾ അവർ ഇന്ത്യയിലുള്ള സമയത്താണ് ഈ പോളിസി എടുക്കുന്നതെങ്കിൽ 40% വരെയും പോളിസി പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് നൽകുന്ന ഇൻഷുറൻസ് കമ്പനികളുണ്ട്. പല ആളുകളും അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വന്നതിന് ശേഷം ഇതേപോലെയുള്ള ഇൻഷുറൻസ് എടുക്കാമെന്ന് വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ അത് നിങ്ങൾ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞ് ഈ ഇൻഷുറൻസ് പോളിസി നിങ്ങൾക്ക് പലപ്പോഴും എടുക്കാനായിട്ട് സാധിക്കില്ല. അഥവാ ഈ ഇൻഷുറൻസ് പോളിസികൾ ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനികൾ നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അധികമായിട്ടുള്ള ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കേണ്ടതായിട്ട് വരും. അതിനാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അസുഖങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഈ ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണ് നല്ലത്. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഹെൽത്തിനെയും അതോടൊപ്പം തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വെൽത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചോ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളെ കുറിച്ചോ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവാം നമ്മുടെ ലൈഫിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളുടെ ഇമ്പോർട്ടൻസ് എന്താണ്. ഇന്നത്തെ നിലയിൽ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ എത്രയൊക്കെ ബെനിഫിറ്റുകളാണ് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്താൽ നൽകുന്നത്. അതോടൊപ്പം തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്ത വ്യക്തികൾക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. അഥവാ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് വന്നു കഴിഞ്ഞാൽ അത് ഇൻഷുറൻസ് കമ്പനികൾ കൊടുക്കുമെന്നുള്ള ഒരു ഉറപ്പ്. എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നമുക്ക് നാളേക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാനായിട്ട് സാധിക്കുകയില്ല. തീർച്ചയായിട്ടും സ്ഥിര വരുമാനമുള്ള എല്ലാവരും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്ത് നിങ്ങളുടെ ലൈഫ് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള 1200ഓളം വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.